ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഃ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചനഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുനാഥന്മാരുടെയും ശ്രീ ഗുരുവായൂരപ്പൻ്റെയും അപാരമായ കാരുണ്യം കൊണ്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവം അഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ വേദവ്യാസപ്രിയസ്വാമിൻ ഇതി നാമിനേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ ഓരോ ശ്ലോകങ്ങളായിട്ട് ആദ്യം മുതൽക്ക് തന്നെ ആരംഭിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അതിനെ വായിക്കാനും അതിൻ്റെ പദങ്ങളും അതിനെ ഒന്ന് ആളുകളുടെ ഇടയിൽ എത്തിക്കാനുള്ള പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം യശോദാദേവിയുടെ പരിശ്രമം കണ്ട്
സാക്ഷാൽ ദാമോദരൻ സന്തോഷിച്ചതുപോലെ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ, ഭഗവാനെ ഹൃദയത്തിൽ ബന്ധിക്കാനായിട്ട് ആ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഗുരുനാഥന്മാർ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോന്വയാതിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദയ ആദികവയേ മുഹ്യന്തി യൽ സൂരയാം. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അതിൻ്റെ പദച്ഛേദമാണ് ഇനി പറയാനായിട്ട് പോണത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദി അസ്യ യതഃ അന്വയാദ് ഇതരതഃ ച അർത്ഥേഷു അഭിജ്ഞഃ സ്വരാട് തേനേ ബ്രഹ്മ ഹൃദ യ ആദികവയേ മുഹ്യന്തി യത് സൂരയഃ. തേജഃ വാരി മൃദാം യഥാ വിനിമയഃ യത്ര ത്രിസർഗഃ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ വ്യാസദേവൻ സൂചിപ്പിക്കുന്നത് എന്താണ്? ഇവിടെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വസുദേവരുടെ പുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. ജന്മാദ്യസ്യ യത എന്നുള്ള അത് സൂത്രം, ബ്രഹ്മസൂത്രം ആണ് ഇത്. ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാഖ്യാനമായിട്ടാണ് ശ്രീമദ് ഭാഗവതത്തിനെ പറയുന്നത്. യഥോന്വയാ ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട്. അതായത് ഭഗവാൻ ഈ ഭൗതികമായ ലോകത്തിൽ, ആത്മീയമായ ലോകത്തിലും ഭഗവാൻ നേരിട്ടും അല്ലാതെയും, ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നു എന്നാണ്. ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ വേദങ്ങളെ പ്രകാശിപ്പിച്ചത് സാക്ഷാൽ ഭഗവാനാണ്. ഈ കാണുന്ന ആ പ്രപഞ്ചത്തിൽ എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന സർവശക്തനായിട്ടുള്ള, സർവവ്യാപിയായിട്ടുള്ള, സർവജ്ഞനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ പരമമായ സത്യസ്വരൂപമായി കണ്ടുകൊണ്ട് വ്യാസദേവൻ നമസ്കരിക്കുന്നു, ധ്യാനിക്കുന്നു. നമ്മൾക്കും ആ ഒരു പാത തന്നെ പിന്തുടരാം. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തൽക്ഷണാൽ. ധർമ്മഃ പ്രോജ്ജിത കൈതവഃ അത്ര പരമഃ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയ ഉന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഃ ഈശ്വരഃ സദ്യഃ ഹൃദി അവരുധ്യതേ അത്ര കൃതിഭിः ശുശ്രൂഷുഭിः തൽക്ഷണാത്. ഇവിടെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് ചെയ്യുന്ന, മോഹം വെച്ചുകൊണ്ട് ചെയ്യുന്ന ആ ഒരു കർമ്മങ്ങളെ ശ്രീമദ് ഭാഗവതം നിഷേധിക്കുന്നു. പൂർണ്ണമായിട്ടും അത് ആത്മീയമായിട്ടുള്ള മാർഗത്തിലേക്ക് ഉയരാനുള്ള ആ ഒരു ഉദ്ദേശമാണ്. അതായത് പരമമായ സത്യത്തിനെ അറിയാനുള്ള ഒരു മാർഗമാണ് ശ്രീമദ് ഭാഗവതം ഉപദേശിക്കുന്നത്. ഇങ്ങനെയുള്ള പരമമായിട്ടുള്ള ആ ഒരു സത്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന്
മത്സരബുദ്ധി ഇല്ലാത്തവർക്ക് നിർമത്സരാണാം സതാം വേദ്യം എന്നാണ്. അതായത് മത്സരബുദ്ധി, കാമക്രോധ മത മാത്സര്യങ്ങളിൽ നിന്നും അതീതമായിട്ടുള്ള പരമശുദ്ധന്മാരായിട്ടുള്ളവർക്ക് മാത്രമേ ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം നമ്മളുടെ ആധ്യാത്മികം, ആധിഭൗതികം എന്നിട്ടുള്ള 3 വിധത്തിലുള്ള നമ്മളുടെ പാപങ്ങളെ, ദുരിതങ്ങളെ, കർമ്മബന്ധങ്ങളെ മുഴുവൻ വേരോടെ പിഴുതു കളയുന്നു എന്നാണ്. വേദവ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതം രചിച്ചത് തൻ്റെ ആധ്യാത്മികമായിട്ടുള്ള സപര്യയുടെ വളരെ പരിപക്വമായിട്ടുള്ള ഘട്ടത്തിലാണ് എന്നാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ഈ ശ്രീമദ് ഭാഗവതം ആരാണോ കേൾക്കുന്നത്, യഥാർത്ഥ ഉറവിടത്തിൽ നിന്നും ആരാണോ കേൾക്കുന്നത്, അവരുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ പൂർണ്ണമായിട്ടും സാന്നിധ്യം ചെയ്യുന്നു എന്ന് 2ാമത്തെ ശ്ലോകം കൊണ്ട് സൂചിപ്പിക്കുന്നു. ശ്ലോകം 3. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നിഗമ കൽപതരോഃ ഗളിതം ഫലം സുഖമുഖാദ് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം മുഹു അഹോ രസികാഃ ഭുവി ഭാവുകാഃ. നിഗമം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ കൽപ്പതരുവായിട്ടാണ് പറയുന്നത്. അതായത് എന്താണോ നമ്മളുടെ ആഗ്രഹങ്ങൾ അത് വേദമാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവർക്ക് ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാധിപ്പിക്കുന്നതാണ് വേദങ്ങൾ. അപ്പോൾ അതിൻ്റെ പരിപക്വമായിട്ടുള്ള ഫലമാണ് ശ്രീമദ് ഭാഗവതം എന്നാണ്. ഒരു വൃക്ഷത്തിൻ്റെ ഫലം എന്നത് അതിൻ്റെ വൃക്ഷത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്നു. ഇതേപോലെ വേദത്തിൻ്റെ മുഴുവൻ സാരമായിട്ടുള്ളത്, എസൻസ്, ക്രീമാണ് ശ്രീമദ് ഭാഗവതം എന്നാണ്. ഈ ശ്രീമദ് ഭാഗവതം ശുകദേവ ഗോസ്വാമിയുടെ മുഖത്തിൽ കൂടെയാണ് ഒഴുകിയിട്ടുള്ളത്. പിബത ഭാഗവതം രസം എന്നാണ് പറയുന്നത്. ആ ഭാഗവതമാകുന്ന രസം ശുകദേവ ഗോസ്വാമിയിൽ കൂടെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ഇതിന് ആസ്വാദ്യത കൂടുന്നു. അതായത് ഒരു ഗുരു പരമ്പരാ മാർഗത്തിൽ കൂടെയാണ് ശ്രീമദ് ഭാഗവതം നമ്മളുടെ അടുത്ത് വന്നു ചേർന്നിട്ടുള്ളത്. സാക്ഷാൽ വിഷ്ണു ഭഗവാനിൽ നിന്നും ബ്രഹ്മാവിലേക്ക് ഈ വേദത്തിൻ്റെ ആശയങ്ങൾ, ശ്രീമദ് ഭാഗവതത്തിൻ്റെ വേദത്തിൻ്റെ മുഴുവൻ ആശയങ്ങൾ പകർന്നു കൊടുക്കുന്നു. ബ്രഹ്മാവിന് മഹാവിഷ്ണുവിൽ നിന്നും. അതാണ് കസ്മയ്യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപപുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാതായ കാരുണ്യത തച്ഛുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. ആദ്യം തന്നെ ഈ വേദങ്ങളെ, അതേപോലെ ശ്രീമദ് ഭാഗവതത്തിനെ ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നു. ബ്രഹ്മാവിൽ നിന്നും നാരദ മഹർഷിയിലേക്ക് ഇത് പകരുന്നു. നാരദ മഹർഷിയിൽ നിന്നും വേദവ്യാസ മഹർഷിയിലേക്ക്, വ്യാസമുനിയിലേക്ക്, വ്യാസമുനിയിൽ നിന്നും ശ്രീ ശുകദേവ ഗോസ്വാമിയിൽ നിന്നും ശ്രീമദ് ഭാഗവതം പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിക്കുന്ന സമയത്ത് ആ സദസ്സിൽ ഇരിക്കുന്ന സൂത ഗോസ്വാമിയിലേക്കും പകരുന്നു എന്നാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം ഒരു പരമ്പരാപ്രാപ്തമായിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ മുന്നേയുള്ള ആ ആചാര്യന്മാർ എന്താണോ പറഞ്ഞത് ആ ആശയങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ അവനവൻ്റേതായിട്ടുള്ള സ്വന്തം ഒരു അഭിപ്രായം അതിൽ ചേർക്കാതെ വേണം. എൻ്റെ അഭിപ്രായം അങ്ങനെയാണെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. അപ്പോൾ അവനവൻ്റേതായിട്ടുള്ള ആ അഭിപ്രായം, സ്വന്തം ആ മനോരാജ്യങ്ങൾ, ഭാവനകൾ ഇതൊന്നും ചേർക്കാതെ പൂർവികന്മാർ പറഞ്ഞ അതേപോലെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് തൻ്റെ ഏറ്റവും മഹാനായിട്ടുള്ള പിതാവിൽ നിന്നാണ് ശുകദേവ ഗോസ്വാമിക്ക് ശ്രീമദ് ഭാഗവതം ലഭിച്ചിട്ടുള്ളത്. ഇത്
ശുകദേവ ഗോസ്വാമിയിൽ കൂടെ വരുന്നു എന്നുള്ളത് കൊണ്ട് വളരെയധികം ആസ്വാദ്യകരമാണ്. അത് വിപദ ഭാഗവതം രസം എന്നാണ് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിന് 12 രസങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിൽ മുഖ്യമായിട്ട് 5 രസങ്ങൾ, അതായത് മാധുര്യ രസത്തിലേക്കാണ് ശ്രീമദ് ഭാഗവതം നമ്മളെ കൊണ്ടുപോകുന്നത് എന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഗോപികമാർ എന്ത് വിധത്തിലുള്ള രസമാണോ അനുഭവിച്ചത്, ആനന്ദമാണോ അനുഭവിച്ചത്, ശ്രീമദ് ഭാഗവതം ആനന്ദത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. വിപദ എന്നാണ് പറയുന്നത്. അതിൽ ഒന്നും ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല എന്നാണ്. സാക്ഷാൽ ശ്രീ ശുക ഗോസ്വാമിയുടെ മുഖത്തിൽ നിന്ന് മുഴുകിയിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിനെ ആസ്വദിക്കാനുള്ള ഒരു ക്ഷണം നമ്മൾക്ക് ഈ ശ്ലോകത്തിൽ കൂടെ ലഭിക്കുന്നു എന്നതാണ്. ഈ ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് എന്നാണ്. ആ ശ്ലോകമാണ് അടുത്തതായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്നത്. നൈമിഷേ നിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. നൈമിഷേ അനിമിഷക്ഷേത്രേ ഋഷയഃ ശൗനകാദയഃ സത്രം സ്വർഗായ ലോകായ സഹസ്രസമം ആസത. നൈമിഷാരണ്യത്തിൽ എന്ന് പറഞ്ഞാൽ മഹർഷിമാർ, അതായത് കലികാലം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഋഷിമാർ ഇതിൽ നിന്നും ഈ കലികാലത്തിൻ്റെ ദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഒരു സ്ഥലം എവിടെ എന്ന് അന്വേഷിക്കുന്ന സമയത്ത് ബ്രഹ്മാവ് വിശേഷപ്പെട്ട ഒരു ചക്രം നിർമ്മിച്ച് അതിനെ ഒന്ന് സഞ്ചരിക്കാനായിട്ട് അയച്ചു എന്നാണ്. നേമി ചീര്യത എത്ര നൈമിഷാരണ്യ എന്നാണ് പറയുന്നത്. അതായത് ആ എല്ലാ കലികാലത്തിലെ എല്ലാ ദോഷങ്ങളും തകർന്ന് അടയുന്ന സ്ഥലമാണ്, ഇല്ലാതെ തീർന്ന സ്ഥലമാണ് നൈമിഷാരണ്യം എന്നത്. പിന്നെ ഋഷിമാർ അവരുടെ സങ്കല്പം മാത്രം കൊണ്ട് ഈ സകല ലോകത്തിലുള്ള സകല തീർത്ഥങ്ങളെയും ആവാഹിച്ചു വരുത്തിയിട്ടുള്ളത്. ഒരു നിമിഷം നേരം കൊണ്ട് തന്നെ ആ ദിവ്യമായിട്ടുള്ള അനുഭൂതിയിൽ കയറാൻ സാധിക്കുന്ന പ്രദേശം. ഇതൊക്കെ നൈമിഷാരണ്യത്തിന് വിശേഷതയുണ്ട്. അങ്ങനെ നൈമിഷൈ അനിമിഷ ക്ഷേത്രേ എന്ന് പറയുന്നു. അതായത് ശ്രീ വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനമാണത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നു, നാഹം വസാമി വൈകുണ്ഠേ നയോഗി ഹൃദയേ രവവും മൽഭക്തായത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. നാരദ മഹർഷി ഒരിക്കൽ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിച്ചു. ഇവിടെ വൈകുണ്ഠലോകത്തിൽ പോയി നോക്കി. അവിടെ അനന്തമത്ത ഒഴിഞ്ഞു കിടക്കുകയാണ്. പിന്നീട് സൂര്യലോകത്തിൽ പോയി നോക്കി. സൂര്യദേവൻ്റെ അടുത്തും ഭഗവാനെ കാണാനില്ല. യോഗി ഹൃദയങ്ങളിൽ പോയി നോക്കി. അവിടെയും ഹൃദയത്തിൽ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ ഭഗവാനെ കാണാനില്ല. പിന്നെ ഭഗവാനോട് ചോദിക്കുന്നു, എവിടെയായിരുന്നു ഭഗവാനെ അവിടുന്ന് എന്ന്. ഭഗവാൻ പറയുന്നു, നാഹം വസാമി വൈകുണ്ഠേ നയോഗി ഹൃദയേ. ഞാൻ വൈകുണ്ഠത്തിൽ കണ്ടില്ല എന്ന് വരാം, പിന്നെ യോഗിമാരുടെ ഹൃദയത്തിലും എന്നെ കണ്ടില്ല എന്ന് വരാം. തിരോഹിതം ചിലപ്പോൾ തിരോഹിതം ചിലപ്പോൾ കാണാൻ സാധിക്കും ഭഗവാനെ, ചിലപ്പോൾ കാണാൻ സാധിക്കില്ല എന്നാണ്. എന്നാൽ സൂര്യനിലും കണ്ടില്ല എന്ന് വരാം. പക്ഷേ നിശ്ചയമായിട്ടും കാണുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണ്? മൽഭക്തായത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. എനിക്ക് ശരണാഗതി പ്രാപിച്ച ഭക്തന്മാർ എവിടെയാണോ എന്നെ സേവിച്ചു കൊണ്ടിരിക്കുന്നത്, എൻ്റെ മഹിമകൾ പാടുന്നത്, അവിടെ ഞാൻ നിത്യമായും സാന്നിധ്യം ചെയ്യും, എപ്പോഴും സാന്നിധ്യം ചെയ്യും എന്നാണ്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്ന സമയത്ത്, അതേപോലെ ഭാഗവത കഥകൾ പറയുന്ന സമയത്ത്, സത്സംഗം ചെയ്യുന്ന സമയത്ത് മുഖ്യ ശ്രോതാവായിട്ട് സാക്ഷാൽ ഭഗവാൻ തന്നെ ഉണ്ടാവും എന്നാണ്. അങ്ങനെയുള്ള വിശേഷപ്പെട്ട നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് ശൗനകാദി മഹർഷിമാർ, ശൗനക ഋഷിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, മുഖ്യനായിട്ടുള്ള ആൾ ആരാണ്? ശൗനക ഋഷിയാണ്. അവിടെ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. അതായത് സ്വർഗലോകങ്ങളിൽ ഉപരിലോകങ്ങളിൽ എല്ലാം കീർത്തിക്കപ്പെടുന്ന ആ ഭഗവാനെ ഭഗവാനെ കുറിച്ചിട്ട് അറിയാനായിട്ട് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വിശേഷപ്പെട്ട സമ്മേളനം
ആരംഭിച്ചു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി 5ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു. തയേകതാതുമുനയ പ്രാതർഹുതഹുതാഗ്നയ സത്കൃതം സൂതമാസീനം പപ്രച്ഛുരിതമാദരാൽ. തയേകതാതുമുനയ പ്രാതർഹുതഹുതാഗ്നയ സത്കൃതം സൂതമാസീനം പപ്രച്ഛുരിതമാദരാൽ. തേ ഏകദാ തു മുനയഃ പ്രാതഃ ഹുതഹുതാഗ്നയഃ സത്കൃതം സൂതം ആസീനം പപ്രച്ഛു ഇദം ആദരാത്. 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം. അവിടെ ഈ സമ്മേളനത്തിൽ ഒരേ ഒരു ഉദ്ദേശം മാത്രമാണ്, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള കഥകൾ പറയുക എന്നുള്ളത്, അത് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ശ്രവണം, കീർത്തനം, ഇതിനാണ് കൂടുതൽ പ്രാധാന്യം എന്നാണ്. 9 തരത്തിലുള്ള അവസ്ഥകളുണ്ട് എന്നാണ്. ഏതൊക്കെയാണ്? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇപ്പം ശ്രവണത്തിന് വളരെ പ്രാധാന്യമുണ്ട്, കീർത്തനത്തിനും പ്രാധാന്യമുണ്ട് എന്നാണ്. വേണ്ട വിധത്തിൽ ശ്രവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾക്ക് കീർത്തനം ചെയ്യാൻ സാധിക്കില്ല. കീർത്തനം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഭഗവാനെ സ്മരിക്കാൻ സാധിക്കില്ല. അപ്പോൾ എവിടുന്നാണ് ശ്രവിക്കേണ്ടത്? യഥാർത്ഥ ഗുരുവിൽ നിന്നും കേൾക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനിൽ പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിച്ചിട്ടുള്ള ഗുരുനാഥനിൽ നിന്ന് വേണം, ഒരു പരമ്പരയായിട്ടുള്ള ഗുരുവിൽ നിന്ന് വേണം നമ്മൾ കേൾക്കാൻ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ആ സമ്മേളനത്തിൽ വന്നു ചേർന്നിട്ടുള്ള സൂതനോട്, സൂത ഗോസ്വാമിയെ വളരെയധികം സൽക്കരിച്ചുകൊണ്ട്, അതായത് ആദരിച്ചുകൊണ്ട് ചോദിച്ചു. ആ ശൗനകാദി മഹർഷിമാരിലെ ശൗനക ഋഷി വളരെ ആദരവോടുകൂടി ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എന്നാണ്. ഒരു സദസ്സിൽ ചോദ്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട് എന്ന് ശ്രീല പ്രഭുപാദര് അവിടുത്തെ വ്യാഖ്യാനത്തിൽ സൂചിപ്പിക്കുന്നു. ഒരു ചോദ്യം ചോദിക്കുന്ന ആള് ആ സദസ്സിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അറിവുള്ള ആളായിരിക്കണം എന്നാണ്. പിന്നെ ആ ഭഗവാനോട് പൂർണ്ണമായിട്ടും ശരണാഗതി പ്രാപിച്ച ആളായിരിക്കണം. എല്ലാ ശാസ്ത്രങ്ങളെക്കുറിച്ചിട്ടും നല്ല അറിവുള്ള ആളായിരിക്കണം, അനുഭവജ്ഞാനമുള്ള ആളായിരിക്കണം എന്നാണ്. എന്നാൽ അത് അറിവുണ്ട് എന്നുള്ള അഭിമാനമില്ലാതെ വിനയവും കൂടിയുള്ള ആളായിരിക്കണം. അങ്ങനെ ഒരുപാട് യോഗ്യതകളുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്ന ആൾ ആ വ്യക്തി അത്രയും യോഗ്യതകളുള്ള ആളാവണം. അപ്പോൾ അങ്ങനെ ഒരു സദസ്സിൽ വെച്ചിട്ട് ഒരിക്കലും ഈ അറിവ് കുറഞ്ഞവർ എനിക്കിതെല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ ഒരിക്കലും മുൻകൈ എടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല. ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആചാര്യന്മാർ എന്താണോ പറയേണ്ടത് അത് വിനയത്തോടു കൂടി കേൾക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നു. എത്തേ ഏകധാതു മുനയ പ്രാതർഹുതഹുതാത്മയ സത്കൃതം സൂതം ആസീനം പപ്രച്ഛുരിതമാദരാൽ. വളരെ ആദരവോടുകൂടി സൂതനോട് ചോദിക്കുന്നു എന്നാണ് ഈ ശൗനകാദി മഹർഷിമാർ. അതിൽ ശൗനക മഹർഷിയാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്. വളരെ ആദരവോടു കൂടിയിട്ടാണ് ചോദിക്കുന്നത് എന്നതും പ്രത്യേകതയാണ് എന്നാണ്. 6ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു. ഋഷയ ഊചോ ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ജാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുതാ. ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ജാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുതാം. ത്വയാ ഖലു പുരാണാനി സ ഇതിഹാസാനി ച അനഘ ആഖ്യാതാനി അപി അധീതാനി ധർമ്മശാസ്ത്രാണി യാനി ഉത. ഇവിടെ ഋഷിമാർ എന്താണ് സൂതനോട് ചോദിക്കുന്നത്? ആ സൂതനെ അഭിനന്ദിക്കുകയാണ് അവിടെ. എന്നിട്ട്
ചോദിക്കുകയാണ്. സൂതനം അത് ചോദ്യം അതിന് ഉത്തരം പറയാനിരിക്കുന്ന ആൾക്കും കുറച്ച് യോഗ്യതകൾ വേണം എന്നാണ് പറയുന്നത്. അതായത് കലിയുഗത്തിൽ ഭഗവാന്റെ ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അത് നമ്മൾ ജീവിതത്തിന് ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ആ ആള് ഒരിക്കലും ആ ദോഷങ്ങളിൽ നിന്നും മുക്തനായിട്ടുള്ള ആളായിരിക്കണം എന്നാണ്. ഏതൊക്കെ ദോഷങ്ങൾ? അനാവശ്യമായുള്ള സ്ത്രീകളായിട്ടുള്ള ബന്ധം, അത് ഇല്ലാത്തവരായിരിക്കണം. പിന്നെ മാംസാഹാരം കഴിക്കുന്നത്, ഒരിക്കലും മാംസാഹാരം കഴിക്കരുത് എന്നാണ്. പിന്നെ മദ്യം മുതലായിട്ടുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത്. പിന്നെ ചൂതാട്ടം മുതലായിട്ടുള്ള അനാവശ്യമായ ധനസമ്പാദനത്തിലുള്ള മാർഗങ്ങൾ അതിലും ഇടപെടരുത് എന്നാണ്. അങ്ങനെ വരുന്ന സമയത്ത് മാത്രമാണ് ഈ 4 ദോഷങ്ങളിൽ നിന്ന് മുക്തനായിട്ടുള്ള ആളായിരിക്കണം ഒരു വക്താവായിട്ട് ഒരു സദസ്സിൽ വരേണ്ടതായിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നു. അതുമാത്രമല്ല, എല്ലാവിധത്തിലും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇതെല്ലാം നന്നായിട്ട് പഠിച്ച ആളായിരിക്കണം. ഇവിടെ ശീല പ്രഭുപാദർ ചോദിക്കുന്നുണ്ട്, ഇതൊന്നും പഠിക്കാതെ, ഇതിനെക്കുറിച്ചിട്ട് യാതൊന്നും അറിയാതെ എങ്ങനെയാണ് ഈ വ്യാസാസനത്തിൽ ഇരിക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവുന്നത് ആളുകൾക്ക് എന്ന് ചോദിക്കുന്നു. അപ്പം ഇതെല്ലാം അറിയുന്ന ആളായിരിക്കണം. എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം പറയാൻ, അതിന് മറുപടി പറയാനുള്ള കഴിവുള്ള ആളായിരിക്കണം എന്നാണ്. പിന്നെ അതിനനുസരിച്ച് വിനയമുള്ള ആളായിരിക്കണം. ഇതെല്ലാം സൂതനുണ്ട്. അതാണ് സൂതൻ്റെ പ്രത്യേകത. അതാണ് ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുതാം. 7ാമത്തെ ശ്ലോകം. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയഃ സൂത പരാവരവിദോ വിദു. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേ ച മുനയഃ സൂത പരാവരവിദോ വിദു. യാനി വേദവിദാം ശ്രേഷ്ഠഃ ഭഗവാൻ ബാദരായണഃ അന്യേ ച മുനയഃ സൂത പരാവരവിദഃ വിദു. യാനി വേദവിദാം ശ്രേഷ്ഠഃ ഭഗവാൻ ബാദരായണഃ അന്യേ ച മുനയഃ സൂത പരാവരവിദഃ വിദു. ഇവിടെ ശൗനകാദി മഹർഷിമാർ, ശൗനക ഋഷി സൂതനോട് പറയുന്നു, ബാദരായണൻ അതായത് സാക്ഷാൽ വേദവ്യാസ മഹർഷി വ്യാസദേവൻ ഏതെല്ലാം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട്. മറ്റുള്ള പരാവരവിദോ അതായത് എല്ലാ പണ്ഡിതന്മാരായിട്ടുള്ള ആൾ, അതായത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിഞ്ഞിട്ട് അതിൽ വളരെ പണ്ഡിതന്മാരായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർ ഏതെല്ലാം വിധത്തിലുള്ള ശാസ്ത്രങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടോ, ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ, ഇതെല്ലാം അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. ഇതെല്ലാം അങ്ങേക്ക് അറിയുന്നതാണ്. അതാണ് യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേച്ച മുനയഃ സൂത പരാവരവിദോ വിദു. അന്യേച്ച മുനയ എന്ന് പറഞ്ഞാൽ ഒരുപാട് കണാദൻ, ഗൗതമൻ, അതേപോലെ കപിലൻ, പതഞ്ജലി, ജൈമിനി, അഷ്ടാവക്രൻ മുതലായിട്ടുള്ള അനേകം പണ്ഡിതന്മാർ ഋഷിമാരുണ്ട്. അവരും ഒരുപാട് ശാസ്ത്രങ്ങളും ആശയങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം അങ്ങേക്കറിയാം. വേദവ്യാസ മഹർഷി എന്തെല്ലാമാണോ എന്ത് ആശയങ്ങളാണ് കൊടുത്തത് അതെല്ലാം അങ്ങേക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പം അതിന്ന് ഞങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്ത ശ്ലോകം അതാണ്. വേത്തത്വം സൗമ്യ തൽസർവം തത്വതസ്തദനുഗ്രഹാൽ ബ്രൂയുസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുതാം. വേത്തത്വം സൗമ്യ തൽസർവം
തത്വതസ്തദനുഗ്രഹാൽ ബ്രൂയുസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുതാം വേത്ത ത്വം സൗമ്യ തൽസർവം തത്വതഃ തദ് അനുഗ്രഹാൽ ബ്രൂയു ശിഷ്യസ്യ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവഃ ഗുഹ്യം അപി ഉത വേത്ത ത്വം സൗമ്യ തത് സർവം തത്വതഃ തദ് അനുഗ്രഹാത് ബ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവഃ ഗുഹ്യം അപി ഉത. അതായത് അങ്ങേക്ക് ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഒരുപാട് ആത്മീയമായ ഗൂഢമായ രഹസ്യങ്ങളുണ്ട്. സ്നിഗ്ധസ്യ ശിഷ്യസ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തിൻ്റെ ഗൂഢരഹസ്യങ്ങൾ വളരെ മഹാത്മാക്കളായിട്ടുള്ള ആചാര്യന്മാർ ഗുരുനാഥന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അങ്ങ് ആ ഗുരുനാഥൻ്റെ വേദവ്യാസ മുനിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായതുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഗൂഢരഹസ്യങ്ങൾ വരെ അങ്ങയ്ക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്നാണ്. അപ്പം ഞങ്ങൾക്കിതിൽ നിന്നും കേൾക്കേണ്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട്. അതായത് എല്ലാം കൂടി പഠിക്കാൻ ഒരു മനുഷ്യായുസ് പോരാ എന്നാണ്. അതാണ് ഇവിടെ അടുത്ത ശ്ലോകത്തിൽ വരുന്നത്. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവദായദ്വിനിശ്ചിതം പുംസാമേകാന്തതശ്രേയ തന്ന ശംസിതുമർഹസി. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവദായദ്വിനിശ്ചിതം പുംസാമേകാന്തതശ്രേയ തന്ന ശംസിതുമർഹസി. തത്ര തത്ര അഞ്ജസ ആയുഷ്മൻ ഭവതാ യത് വിനിശ്ചിതം പുംസാം ഏകാന്തതഃ ശ്രേയഃ തദ് ന ശംസിതും അർഹസി. ഒന്നുകൂടി പറയാം. തത്ര തത്ര അഞ്ജസ ആയുഷ്മൻ ഭവതാ യത് വിനിശ്ചിതം പുംസാം ഏകാന്തതഃ ശ്രേയഃ തദ് ന ശംസിതും അർഹസി. അതായത് അങ്ങ് അനേകം വർഷങ്ങളിൽ കൂടെ അങ്ങ് ഒരുപാട് അറിവ്, ഒരുപാട് അനുഭവങ്ങൾ അങ്ങേക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരാഗ്രഹമുണ്ട്, അങ്ങ് പഠിച്ചതിൻ്റെ ഒരു സാരം എന്താണ്? ആദ്യത്തെ ചോദ്യമാണ്. ശൗനകാദി മഹർഷിമാരുടെ ആദ്യത്തെ ചോദ്യമാണത്. 6 ചോദ്യങ്ങളാണ് ശൗനകാദി മഹർഷിമാർ ചോദിക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യമാണ് സാരം. അങ്ങ് പഠിച്ചതിൻ്റെ ഏറ്റവും സാരമായിട്ടുള്ള കാര്യം എന്താണ്? പിന്നെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അതും കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ആദ്യത്തെ ചോദ്യം. ശ്രീമദ് ഭാഗവതത്തിലെ ആദ്യത്തെ ഋഷിമാർ ചോദിച്ചിട്ടുള്ള 6 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് നമ്മളിവിടെ പറയുന്നത്. പ്രായേണ അല്പായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാസ്സു മന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാഃ. പ്രായേണ അല്പായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജനാഃ മന്ദാസ്സു മന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാഃ. പ്രായേണ അല്പായുഷഃ സഭ്യ കലൗ അസ്മിൻ യുഗേ ജനാഃ മന്ദാഃ സുമന്ദമതയഃ. ഒന്നിച്ചാണത്. സുമന്ദമതയഃ മന്ദഭാഗ്യാഃ ഹി ഉപദ്രുതാഃ. പ്രായേണ അല്പായുഷഃ സഭ്യ കലൗ അസ്മിൻ യുഗേ ജനാഃ മന്ദാഃ സുമന്ദമതയഃ മന്ദഭാഗ്യാഃ ഹി ഉപദ്രുതാഃ. ഇപ്പോൾ മിക്കവാറും ഈ കലിയുഗത്തിൽ
ആളുകളുടെ ആയുസ് വളരെ കുറവാണ്, അല്പായുസ്സുകളാണ് എന്നാണ്. കലിയുഗത്തിൽ ആകെ 100 വയസ്സ് മാത്രമേ ആയുസ്സുള്ളൂ. കൃതയുഗത്തിൽ, സത്യയുഗത്തിൽ 1,00,000 വർഷം ആയുസ്സുണ്ട്. പിന്നെ ത്രേതായുഗത്തിൽ 10,000 വർഷം ആയുസ്സുണ്ട്. എന്നാൽ ദ്വാപരയുഗത്തിൽ 1000 വർഷമാണ് ആയുസ്. കലിയുഗത്തിലാണെങ്കിലോ ശതായു പുരുഷ, 100 വർഷം മാത്രമേ ആയുസ്സുള്ളൂ. അതിൽ രാത്രിയായിട്ട് പോകും 50 വർഷം, ബാക്കി 50 വർഷമേ ഉള്ളൂ. അതാണ് പ്രായേണ അല്പായുഷ സഭ്യ കലാവസ്മിൻ. കലിയുഗത്തിൽ അല്പായുസ്സുകളായിട്ടുള്ളവരാണ് മന്ദാഹ. എന്താന്ന് പറഞ്ഞാൽ മടിയന്മാരായിട്ടുള്ളവരാണ്. ഒന്നും ചെയ്യാനുള്ള ഉത്സാഹമില്ല, എപ്പോഴും മടിയാണ് അവർക്ക് എന്നാണ്. ചെയ്യാനുള്ള ഉത്സാഹമില്ല ഒന്നിനും. മന്ദാഹ സുമന്ദമതയ. സുമന്ദമതയ എന്ന് പറഞ്ഞാൽ വഴിപിഴയ്ക്കപ്പെട്ടവരെന്നാണ് പറയുന്നത്. വഴിപിഴയ്ക്കപ്പെട്ടവർ, വേണ്ട വഴി, യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം അറിയാത്തവരെ എന്നാണ് സുമന്ദമതയ എന്ന് പറഞ്ഞാൽ. പിന്നെ മന്ദഭാഗ്യ, മറ്റുള്ള യുഗങ്ങളിലൊക്കെ നല്ല ഭാഗ്യമുള്ളവരായിരുന്നു. എന്നാൽ ഈ കലിയുഗത്തിലാണെങ്കിൽ മിക്കവാറും ആളുകൾ ഭാഗ്യമില്ലാത്തവരാണ്. ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? ഈശ്വരനെ നേടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതില്ലാത്തവരാണ്, അതിന് മടിയുള്ളവരാണ് എന്നാണ്. ഉപദ്രുതാഹ, പിന്നെ അനേകം രോഗങ്ങളെ കൊണ്ട് പല വിധത്തിലും ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് ഈ കലിയുഗത്തിലുള്ളവർ എന്നാണ്. അതാണ് പ്രായേണ അല്പായുഷ സഭ്യ കലാവസ്മിൻ യുഗേ ജനാഹ മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യ ഉപദ്രുതാഹ. ഇപ്പം നമ്മൾ ഈ ശ്ലോകത്തോടു കൂടി നമ്മളിവിടെ സമർപ്പിക്കുകയാണ്. ഇത് ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ അടുത്ത ആഴ്ചയും പിന്നെ വീണ്ടും ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധയോടുകൂടെ വായിച്ച് പഠിച്ച് രസിക്കേണ്ടതാണ്. രസികാഭുവി ഭാവുകാഹ എന്നാണ് പറയുന്നത്. രസിക്കേണ്ടതാണ് ഭാഗവതം. അപ്പോൾ വീണ്ടും 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 നമ്മൾ വായിച്ചാൽ മാത്രമേ അതിൻ്റെ രസം അറിയുള്ളൂ. ക്ഷീരതല ആവർത്തിക്കും തോറും അതിൻ്റെ ശക്തി കൂടുന്നത് പോലെ ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ ആവർത്തിക്കും തോറും അതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിക്കും തോറും കൂടുതൽ കൂടുതൽ അത് ആസ്വാദ്യകരമായിട്ട് മാറുന്നു, ആകർഷകമായിട്ട് മാറുന്നു. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ഗുരുനാഥന്മാരുടെയും ഗുരുവായൂരപ്പൻ്റെയും പാദത്തിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ.